നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 29-ാം തീയതി 1201 ആണ്ട് വൃശ്ചിക മാസം 13-ാം തീയതി ശനിയാഴ്ച. ഇന്ന് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നക്ഷത്രം നല്ലതാണ്, ശുഭനക്ഷത്രമാണ്. പക്ഷെ ഇന്നത്തെ ദിവസമോ ശനിയാഴ്ചയാണ്. ശനി എന്ന് പറയുമ്പോൾ ശനീശ്വരൻ്റെ ദിവസമാണ്. കുറേ പേർക്കൊക്കെ ഗുണഫലത്തെ കൊടുക്കുമെങ്കിലും കൂടുതൽ പേർക്കും കഷ്ടതയേറിയ ദിവസമാണ് ശനിയാഴ്ച. അപ്പോൾ ഇന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ സൂക്ഷിച്ച് ചെയ്യണം. കാരണം ശനിയാണ്, എല്ലാത്തിനും മന്ദത വരും. പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി പതുക്കെ സഞ്ചരിക്കുള്ളൂ, മൊണ്ടിയാണ്. അപ്പോൾ പതുക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ശനിയെ നമുക്ക് അത്രയ്ക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ആകിലും ഓരോ കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് ഇടപെടണം. അത്രയും മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് പോകണം ഇന്നത്തെ ദിവസം. പക്ഷെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ വൃശ്ചിക മാസത്തിലെ പൂരുരുട്ടാതി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കേണ്ടതാണ്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ അവർ കൂടുതലായിട്ട് സൂക്ഷിക്കണം. കാരണം ഒരു വർഷത്തെ ഫലമാണ്, ഒരു ദിവസത്തെ ഫലം നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ശ്രദ്ധാലുവായിട്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു വർഷം കടന്നു പോവേണ്ടത്. പ്രത്യേകിച്ച് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, ശാരീരിക പ്രശ്നങ്ങൾ വരും. അത് ആക്സിഡൻ്റ് ആവാം, രോഗാദി ദുരിതങ്ങളാവാം, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ വരും. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കും. വരവിനേക്കാൾ ഉപരി ചെലവ് വരും. അപ്പോൾ ബാധ്യതയിലേക്ക് പോകാൻ ഇടവരും. അതുപോലെ എല്ലാ കാര്യങ്ങൾക്ക് തടസ്സം, ശത്രുക്കളുടെ എണ്ണം കൂടും. ഇതൊക്കെ വരാനിടയുള്ള ഒരു വർഷമായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതിനൊപ്പം താൻ പാതി ദൈവം പാതി. പകുതി നമ്മൾ ശ്രദ്ധിക്കുന്നതിലാണ്, പകുതി നമുക്ക് പ്രതിവിധിയിലൂടെ കൊണ്ടുപോകാം, പരിഹാരം ചെയ്ത് കൊണ്ടുപോകാം. താൻ പാതി ദൈവം പാതി. അപ്പോൾ ദൈവത്തിൻ്റെ പകുതി നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം? ശനിവ്രതം നോക്കാം, ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കാം, സൂര്യഭഗവാന് രാവിലെ ശനിയുടെ പിതാവായ സൂര്യനെ തൊഴാം, ശനീശ്വര യന്ത്രം ധനം വരാനും തടസ്സങ്ങൾ മാറാനുമായിട്ട് ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കാം. ഇതൊക്കെ ചെയ്ത് ഇതിൻ്റെ കാഠിന്യം കുറച്ച് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലതല്ലെന്ന് പറഞ്ഞു, കാരണം കാര്യങ്ങളെല്ലാം ഇഴച്ചിലുണ്ടാവുന്ന ദിവസമാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാല സമയം വരുന്നത് 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് രാഹുകാലം 9:21 ആരംഭിക്കുള്ളൂ. 21 മിനിറ്റ് കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. അപ്പോൾ രാഹുകാലം 9 മണിക്ക് തുടങ്ങിയെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കേണ്ട, 9:21 തുടങ്ങുള്ളൂ. ഇത് 10:30 മണിക്ക് തീർന്നു എന്നും പറഞ്ഞിരിക്കരുത്. 10:47 വരെ ഉണ്ട്. 17 മിനിറ്റോട് കഴിഞ്ഞാലേ രാഹുകാലം തീരുള്ളൂ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചോളണം. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങൾ, യമകണ്ഠൻ്റെയും ഗുളികൻ്റെയും ആധിക്യമുള്ള സമയം. ഈ സമയം ശമിക്ക് ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 6:29 തൊട്ട് 7:55 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 1:39 തൊട്ട് 3:05 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരും. ചില ദിവസങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇന്നത്തെ ചില കാര്യങ്ങൾ, ചിലപ്പോൾ ചില ഡോക്യുമെൻറ്റേഷൻ ഒപ്പിടേണ്ടി വരും, ചില ആപ്ലിക്കേഷൻ അയക്കേണ്ടി വരും, ചിലരെ മീറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആകിലും അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:49 തൊട്ട് 12:37 വരെ 48 മിനിറ്റ് നേരമാണ്. ഇതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ് കൊള്ളത്തില്ല. 11:11 തൊട്ട് 12:15 വരെ 4 മിനിറ്റ് ഒഴിച്ച് ബാക്കി 44 മിനിറ്റും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചെയ്തേ തീരുള്ളൂ എങ്കിൽ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസവും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ വസ്ത്രധാരണം ശ്രദ്ധിച്ചോളുക. കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ അല്ലെങ്കിൽ മങ്ങിയ കളറുകളോ അല്ലെങ്കിൽ ഈ നീലയോ കറുപ്പോ ഒക്കെ മിക്സായിട്ടുള്ള വസ്ത്രങ്ങളോ
വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തി പോകുന്നത് ശനിയുടെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരാനും നമ്മളിൽ നിന്ന് നെഗറ്റീവ് എനർജി പുറത്തു പോകാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.